ഈ കേരളത്തിലെ ഈ സമവാക്യങ്ങളെ ഒക്കെ തെറ്റിക്കുന്ന ഒരു വലിയ സർക്കസ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് അവർ പറഞ്ഞത്, കുഞ്ഞാലിക്കുട്ടിയൊക്കെ പറഞ്ഞത്, ഞങ്ങൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി പിടിവാശി പിടിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അതിന്റെ കാരണം ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോൾ തന്നെ തീരുമാനമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി പിടിവാശി പിടിക്കേണ്ട കാര്യമില്ല. ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടിക്കഴിഞ്ഞു. ഒരുപക്ഷെ സ്പീക്കറോ വിപ്പോ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അത് സമയത്തെ അറിയാൻ പറ്റൂ. അപ്പൊ ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു. ഭരണം ഇടതുപക്ഷത്താണെങ്കിലും വലതുപക്ഷത്താണെങ്കിലും മുസ്ലിം ലീഗിന്റെ കയ്യിലാണ് എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. അപ്പൊ അത് ശരിക്കും അവരുടെ ഒരു കഴിവല്ലേ? ശരിക്കും സംഘടിതമായ വോട്ടുള്ള ആർക്കും ഇനി കേരള രാഷ്ട്രീയത്തെ എങ്ങോട്ടും കൊണ്ടുപോകാം എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സംഘടിതമായ വോട്ട് അതൊരു 25% അല്ലെങ്കിൽ അതിന് മുകളിൽ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള 75%-നെ വരച്ച വരയിൽ നിർത്താനും വെട്ടിയ വഴിയെ കൊണ്ടുപോകാനും ഇസ്ലാമിക വോട്ട് ബാങ്കിന് തീർച്ചയായിട്ടും സാധിക്കും.